അപ്പോൾ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമോ? അന്തോണിയോസ് പുണ്യാളൻ്റെ 829 ജന്മദിനമാണ്. നമുക്ക് ഇന്ന് തൃശ്ശൂർ ലത്തീൻ പള്ളിയിലേക്കൊന്ന് പോയി നോക്കാം. വളരെ അത്ഭുതപ്പെടുത്തുന്നൊരു സംഭവം അവിടെയുണ്ട്. വാ, നമുക്കെല്ലാവർക്കും പോയിട്ട് വരാം. അവരുടെ വളരെ മനോഹരമായിട്ട് കേക്ക് ഒരുക്കിയിട്ടുണ്ട്. 829 കിലോയുള്ള കേക്ക്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപവും പാതുവായും അതുപോലെ തന്നെ കൊന്തയും ഒക്കെ ആയിട്ട്. പിന്നീട് നോക്കി, വളരെ മനോഹരമായിട്ട് നമ്മുടെ പതാക, മയില്, ഇതൊക്കെ വളരെ മനോഹരമായിട്ട് 829 കിലോ കേക്കിൽ അവർ വരച്ച് അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ട് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പോകുമ്പോൾ പലതരത്തിലുള്ള പഴങ്ങൾ, അതുപോലെ തന്നെ വളരെ കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് കണ്ണും ഇഷ്ടപ്പെടാനായിട്ട് വളരെ നല്ല ഡൈനോസറിൻ്റെ ഒരു രൂപം അവർ ഈ കേക്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ നല്ല തിരക്കാണ് ഈ സമയങ്ങളിൽ. ആളുകൾ വരുന്നു, കേക്ക് മുറിച്ച് കഴിക്കുന്നു, മാതാവിൻ്റെ രൂപം അതിനുള്ളിൽ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വന്ന് ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു. നല്ല തിരക്കാണ് ലാറ്റിൻ പള്ളിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ. പഴങ്ങൾ വിവിധ തരത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ആളുകൾ, കേക്ക് മാത്രം കഴിക്കാനല്ല, പ്രാർത്ഥിക്കാനായിട്ട് ആളുകൾ, അനുഗ്രഹം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഈ 829 ജന്മദിനം അന്തോണിയോസ് പുണ്യാളൻ്റെ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് മാധ്യസ്ഥ പ്രാർത്ഥിക്കാം. നമുക്കറിയാം, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന വസ്തുക്കളെ കണ്ടുപിടിച്ച് കൊടുക്കാനായിട്ട് അന്തോണിയോസ് പുണ്യാളന് ഒരു പ്രത്യേക കഴിവുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണം. അന്തോണിയോസ് പുണ്യാളൻ മധ്യസ്ഥം തേടി ഈ വളരെ മനോഹരമായ അവരുടെ യജ്ഞത്തെ നമുക്ക് അഭിനന്ദിക്കാം. പ്രത്യേകിച്ച് അന്തോണിയോസ് പുണ്യാളൻ ജീവചരിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. തിരുവോസ്തിയുടെ മുന്നിൽ കഴുത വണങ്ങി പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. അന്തോണിയോസ് പുണ്യാളൻ ജീവചരിത്രം അതൊക്കെ വളരെ മനോഹരമായിട്ട് കേക്കിൽ അവരെങ്ങനെ ഡെപ്പിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം അന്തോണിയോസ് പുണ്യാളൻ മധ്യസ്ഥം തേടി. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.